ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് ശരണ്യയുടെ അമ്മ അലീനയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അവൾ ഹാപ്പി അല്ലേ, അവൾ ഭക്ഷണം കഴിക്കുന്നില്ലേ, അവൾ പഠിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, അവൾ ഹാപ്പിയാണ്, ഭക്ഷണം കഴിക്കാൻ ഇത്തിരി കുറവാണ്, എന്നാലും കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കിക്കോളണേ, അവൾ ശ്രദ്ധിച്ചോളണേ എന്ന് പറഞ്ഞിട്ട് അലീന ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. അപ്പോൾ അന്നേരം ശരണ്യ പറയും, ഫോൺ വെച്ചു, അതെന്ത് പണിയെ കാണിച്ച്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞില്ലല്ലോ വെക്കാന്ന്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയും, ആ കൊച്ചി പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് വെച്ചത്, വിളിക്കാന്ന് പറഞ്ഞാൽ വിളിക്കാറില്ലേ, അവൾ വിളിച്ചോളും, നീ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് അമ്മ അകത്തേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രൻ സ്റ്റാൻലിനെ കാണാൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിസപ്ഷനിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിക്ക് ഫോൺ ചെയ്യാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, കയറിപ്പോരെ എന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ സ്റ്റാൻലിയുടെ റൂമിലേക്ക് പോവാണ്. ബാലേന്ദ്രൻ വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ സ്റ്റാൻലി വന്ന് വാതിൽ തുറക്കുന്നുണ്ട്, അകത്തേക്ക് വിളിക്കുന്നു, ഇരിക്കാൻ പറയുന്നു. കുടിക്കാൻ എന്തെങ്കിലും വേണോ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും, ഒന്നും വേണ്ട, എന്താ വന്നതിൻ്റെ ഉദ്ദേശം, എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പറയും, 10 മണിയായി എത്തിയപ്പോൾ, നിങ്ങളന്ന് വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നൊരു ബോംബിട്ട് പോയതല്ലേ, എനിക്ക് 23 വയസ്സായ ഒരു മോളുണ്ടെന്നും വൈജയന്തിയാണ് അവളുടെ അമ്മ എന്നും നിങ്ങളുടെ വീട്ടിലാണ് അവൾ താമസിക്കുന്നതെന്നും വൈജയന്തിക്ക് അങ്ങനെ ഒരു മോളുള്ളത് അവൾക്ക് അറിയില്ല എന്നെല്ലാം നിങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കൊരു മറവിയില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എനിക്ക് അറിഞ്ഞാൽ പോരാ, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി അറിയണം. എങ്ങനെയാണ് നിങ്ങൾ അലീന വൈജയന്തിയുടെ മകളാണെന്ന് അറിഞ്ഞത്, അതെന്തുകൊണ്ട് വൈജയന്തി മാത്രം അറിഞ്ഞില്ല, മറ്റുള്ളവരൊന്നും അത് അറിഞ്ഞില്ല, നിങ്ങൾ മാത്രം എങ്ങനെ അറിഞ്ഞു, അതൊക്കെ എനിക്കറിയണം എന്ന് പറയും. മാത്രമല്ല, അവൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, അതെന്താണ്, അതൊക്കെ എനിക്കറിയണം. ബാലേന്ദ്രൻ പറയും, അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം, അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, ചോദിച്ചോളാം. ബാലേന്ദ്രൻ ചോദിക്കും, നിങ്ങളെപ്പോഴാണ് പുനലൂരിൽ നിന്ന് കൊളത്തൂപ്പുഴയ്ക്ക് താമസം മാറ്റിയത്? അപ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷമാണ് അവിടെ വീടും സ്ഥലമൊക്കെ വാങ്ങിച്ചത്. എന്തുകൊണ്ട് വൈജയന്തി ഇത്രയും നാൾ അന്വേഷിച്ച് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ അവളെ 2-3 വട്ടം അന്വേഷിച്ച് വന്നു. ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു, രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയും. അതോടെ നിങ്ങൾ അന്വേഷണം നിർത്തിയോ, പിന്നെ നിങ്ങൾ അന്വേഷിച്ചില്ലേ വൈജയന്തിയെ, അതിനിടയ്ക്ക് നിങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നില്ലേ, അതെങ്ങനെ സംഭവിച്ചു ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, അത് ആക്സിഡൻ്റ് അല്ല, ശരിക്കും അതൊരു കൊലപാതക ശ്രമമായിരുന്നു. ഞാനും എൻ്റെ ഒരു കസിൻ ബ്രദറും സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ടിരുന്നു. അപ്പം നിങ്ങൾ അന്ന് അത് പോലീസ് അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കും ബാലേന്ദ്രൻ. അപ്പോൾ സ്റ്റാൻലി പറയും, ഞങ്ങൾ അപകടം പറ്റി എൻ്റെ കൂടെയുള്ള കസിൻ ബ്രദർ ജോർജ് അപ്പം തന്നെ മരിച്ചു. പിന്നെ ഞാനാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ 3 മാസം ICUയിലായിരുന്നു, കോമയിലായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് എനിക്ക് ബോധം വന്നത് തന്നെ. ബോധം വന്ന് 2 മാസത്തോളം തുരുമ്പ് കേന്ദ്രത്തിലും ഒക്കെ ആയി ഞാൻ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോഴേക്കും എതിർവശത്ത് നിൽക്കുന്നവർക്ക് തെളിവ് നശിപ്പിക്കാനുള്ള സമയം കിട്ടിയിരുന്നു. അതുകൊണ്ട് ആ കേസ് വേണ്ട വിധത്തിൽ കണ്ടെത്തി പ്രതികളെ ഇടിച്ച വാഹനം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയും. ഇതാര് ചെയ്തു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയും, ശിവശങ്കര മേനോനും രാജീവ് മേനോനും കുഞ്ഞിരാമൻ മേനോനും പിന്നെ ഗംഗാധരനും അറിവുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളിതിന് പകരം ചോദിക്കാനൊന്നും ചെന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതോടെ നിങ്ങൾ വൈജയന്തിയുടെ കാര്യമൊക്കെ വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ 1 വർഷത്തിന് ശേഷം അവളെ ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല, പിന്നെ 1 വർഷത്തിന് ശേഷം ഞാൻ കണ്ടു അവളുടെ കല്യാണം കഴിഞ്ഞു എന്ന്. അപ്പം അതിന് ശേഷം ഞാനും കല്യാണം കഴിച്ചു, സാധാരണ ജീവിതം പോലെ ഞാനും മുന്നോട്ട് പോയി. പിന്നെ പോലീസിൽ പരാതിപ്പെടാനും അതിൻ്റെ പിന്നാലെ പോകാനും നിന്നില്ല, കാരണം തെളിവുകളെല്ലാം അപ്പോഴേക്കും നശിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതെല്ലാം വിട്ട് കളഞ്ഞു എന്ന് പറയും.
ഗോവർദ്ധൻ വണ്ടിയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അലീന ബാലേന്ദ്രനാണെന്ന് കരുതി മറന്നു വെച്ച ബാഗും കൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആ അങ്കിളായിരുന്നു, ഞാൻ അച്ഛനാന്ന് കരുതി. അപ്പോൾ ഗോവർദ്ധൻ പറയും, ബാലേട്ടൻ എന്നോട് വേഗം വരാൻ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ബാലേട്ടൻ പോയോ? അപ്പോൾ അലീന പറയും, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന്. അപ്പോൾ ഗോവർദ്ധൻ പറയും, വേണ്ട ഞാൻ വിളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ ഫോൺ ചെയ്യും. ഫോൺ എടുക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും, ഞാൻ ഈ ഹോട്ടലിലാണ്, താൻ അങ്ങോട്ട് പോരെ, ആ ബാഗ് കൊടുത്തു, ഞാൻ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്വല്ലറിയിലാന്ന് പറഞ്ഞാൽ മതി. ഫോൺ ഓഫ് ചെയ്ത് അലീനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അലീന ചോദിക്കും, അച്ഛൻ എവിടെ അങ്കിളേന്ന്. അപ്പോൾ പെട്ടെന്ന് ഗോവർദ്ധൻ ഹോട്ടലിലാന്ന് തന്നെ പറഞ്ഞു പോവും. അപ്പോൾ ഹോട്ടലിലോ അത് കേൾക്കുമ്പോൾ ഗോവർദ്ധനൊരു പതർച്ച ഉണ്ടാവും. അപ്പോൾ പറയും, എന്താ അങ്കിളെ ഹോട്ടലിൽ? അപ്പം നമ്മുടെ ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനാണ് പോയതാണ് പറയും. എന്നിട്ട് ഗോവർദ്ധൻ പെട്ടെന്ന് ബാഗ് മറന്നു വെച്ച് പോവാണ്. അപ്പോൾ അലീന ചോദിക്കും, അങ്ങളെ ബാഗ് കൊണ്ടുപോകണില്ലേന്ന്. അപ്പോൾ തിരിച്ച് വന്ന് ബാഗ് വാങ്ങിക്കും. അപ്പോൾ ഗോവർദ്ധനൊരു വെപ്രാളം ഉണ്ട്. അത് കാണുമ്പോൾ അലീന ചോദിക്കും, എന്താ അങ്കിളെ ഒരു വെപ്രാളം? അപ്പോൾ ഗോവർദ്ധനം പറയും, ഒന്നുമില്ല, ഇപ്പം തന്നെ ലേറ്റായി, അതുകൊണ്ടുള്ള ഒരു ടെൻഷനാന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഗോവർദ്ധനെ യാത്രയാക്കും. ഗോവർദ്ധനോട് ഹോട്ടലിലേക്ക് വരാൻ പറയുന്നത് കേൾക്കുന്ന സ്റ്റാൻലി ഫോൺ വെച്ച് കഴിയുമ്പോൾ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അയാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺവെർസേഷൻ ഒരു തടസ്സമാവില്ലേ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതൊന്നും കുഴപ്പമില്ല, ആൾക്ക് എല്ലാം അറിയാം, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനും സ്റ്റാൻലിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ ബാലേന്ദ്രൻ വിശദമായിട്ട് അലീനേനെയും വൈജയന്തിയെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അലീന അവിടെ എത്തിയതും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൈജയന്തിയെ തിരുവനന്തപുരത്ത് കൊണ്ട് താമസിപ്പിച്ചതും കുട്ടിയെ പ്രസവത്തിന് ശേഷം ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചതും അലീന അവിടേക്ക് കൊല്ലപ്പള്ളിയിലേക്ക് വന്നതും അവിടുന്ന് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നതും ബാലേന്ദ്രൻ ഇതെല്ലാം അറിഞ്ഞതും എല്ലാം വിശദമായി സ്റ്റാൻലിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനിടയിൽ പുച്ഛത്തോടെ പറയുന്നുണ്ട്, ആ കളവൻ മരിക്കുന്നതിനിടയിൽ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഒരു പ്രായശ്ചിത്തം ചെയ്തതാണിത്. എനിക്കിട്ട് നല്ല പണി തന്നിട്ടുള്ള ആളാണ് അയാളെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. പണ്ടെങ്ങോ ഞാൻ അവൾക്ക് ലവ് ലെറ്റർ കൊടുത്തതിൻ്റെ പേരിൽ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ഉമ്മറത്ത് വെച്ച് എന്നെ ചെകിടത്തിട്ട് അടിച്ചിട്ടുണ്ട് അയാൾ. അതിന് ശേഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് അവളെ കല്യാണം കഴിച്ചു. പക്ഷെ അവളെ ഏത് കോലത്തിൽ ഏത് പരുവത്തിലാണ് എനിക്ക് കിട്ടിയത് എന്നേക്കാൾ നന്നായിട്ട് അറിയുന്ന ആളല്ലേ സ്റ്റാൻലി. ഇത് കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട് സ്റ്റാൻലിയുടെ മുഖത്ത്. ബാലേന്ദ്രൻ നല്ല കലിപ്പിലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ സ്റ്റാൻലി എന്നിട്ട് ചോദിക്കും, ഇതിനൊക്കെ ശേഷം അലീന എങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു, അവള് വൈജയന്തിയുടെ മകളാണെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും, അവൾ വന്നതിന് ശേഷം അവളുടെ പെരുമാറ്റത്തിലൊക്കെ കുറച്ച് സംശയങ്ങൾ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അവളുടെ ഫോൺ കോളൊക്കെ റെക്കോർഡ് ചെയ്തെടുത്തിരുന്നു. ആ റെക്കോർഡിൽ നിന്ന് അവളുടെ ഒരു കൂട്ടുകാരിയോട് പറയുന്നത് കേട്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇത് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഗംഗാധരനെ പോയി കണ്ടിരുന്നു. എൻ്റെ ഒറ്റ ചോദ്യത്തിൽ തന്നെ അയാൾ വീണു, അയാൾ സത്യം മുഴുവൻ പറഞ്ഞു, അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറയും.